അപ്പോൾ ആദ്യം തന്നെ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ കാണിച്ചു തരാം, എന്നിട്ടാവും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ. അപ്പോൾ നേരെ ബോക്സിനുള്ളിൽ വേറൊരു ബോക്സ് ഇருக்கு. ഇതിലൊന്നുമില്ല. ഒരു ബോക്സ് പുഷ് ദ ലിമിറ്റ്, രണ്ടാമത്തെ ബോക്സ്, മൂന്നാമത്തെ ബോക്സ്, ഇനിയൊന്നുമില്ല. ഓക്കെ, 3 ബോക്സ് ഈ ഒരു ബോക്സിന്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബോക്സിനുള്ളിൽ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ സ്ഥിരമായിട്ട് കിട്ടുന്ന യൂസർ മാനുവൽ ഉണ്ട്, വാറണ്ടി കാർഡും ഉണ്ട്, പിന്നെ പവർ കോഡ്, ഓസ് കേബിള്, മെയിൻ സാധനമായുള്ള സൗണ്ട് ബാറും പിന്നെ സബ് വൂഫറും. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുക. ആദ്യം തന്നെ ഈ 2 സാധനം പാക്കിൽ നിന്ന് എടുത്ത് വെച്ച് കാണിച്ചു തരാൻ കാരണം ആദ്യം നിങ്ങൾ ഈ ഒരു ലുക്ക് കാണണം. കണ്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് നിങ്ങൾ പോവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സൗണ്ട് ബാർ ഇതിപ്പോൾ സാധാരണ ഇറങ്ങുന്നതല്ലേ എന്നുള്ള രീതിയിലായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലിയ എമൗണ്ട് ഒന്നും എടുക്കാനില്ല, എന്നാൽ നിങ്ങളെ വീട്ടിലേക്കോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഡെസ്കിലേക്കോ ഒരു സിമ്പിൾ ആൻഡ് സൗണ്ട് ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരു സൗണ്ട് ബാർ വിത്ത് സബ് വൂഫർ വേണമെന്നുണ്ടെങ്കിൽ ഈ സാധനം പക്കയാണ്. ഇത് മിവി എന്ന ബ്രാൻഡിന്റെ S48 സൗണ്ട് ബാർ വിത്ത് സബ് വൂഫർ ആണ്. ഇത് 48 വാട്ട്സ് ആണ്, പേരിലുള്ള പോലെ തന്നെ. ഇതിന്റെ തന്നെ 36 വാട്ട്സിന്റെ വരുന്നുണ്ട്. അത് കുറച്ചുകൂടെ ചെറുതായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്യാഷും കുറയും. ഇതിന്റെ വില ഞാൻ പറയുന്നില്ല, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ചെക്ക് ചെയ്താൽ ലൈവ് ആയുള്ള പ്രൈസ് തന്നെ അറിയാം. അപ്പോൾ ആ ഒരു വില വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സാധനം കൊള്ളാം. എന്നാൽ ചില ഇതൊക്കെ ഉണ്ട്, അത് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അതും കൂടെ കണ്ടിട്ട് നിങ്ങൾ വേണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഈ 2 സാധനത്തിന്റെയും ഫിസിക്കൽ ഓവർവ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൗണ്ട് ബാർ ഫുള്ളി പ്ലാസ്റ്റിക് കൊണ്ടാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. സൗണ്ട് ബാറിന്റെയും സബ് വൂഫറിന്റെയും മുന്നിലായിട്ട് ഇതുപോലെ ഒരു ക്ലോത്ത് മെറ്റീരിയൽ കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. ഈ കാണുന്ന പോലെ ഒരു സ്റ്റാൻഡേർഡ് ഡിസൈൻ ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. എവിടെ വെച്ചാലും നല്ല ലുക്കൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ ഇത് വലിയ സാധാരണ സൗണ്ട് ബാറിന് അത്ര സൈസൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ എവിടെയും നമുക്ക് ഒതുക്കി വെക്കാവുന്ന രീതിയിലാണ് ഇതുള്ളത്. സൗണ്ട് ബാറിന്റെ മുകളിലായിട്ടാണ് ഇതിന്റെ എല്ലാ കൺട്രോൾസും കൊടുത്തിട്ടുള്ളത്. എല്ലാം എന്ന് പറയാൻ ഒരുപാട് കൺട്രോൾസ് ഒന്നുമില്ല. പവർ ഓൺ ഓഫ് ചെയ്യാനുള്ള ബട്ടൺ, പ്ലേ ആൻഡ് പൗസ്, വോളിയം അപ്പ് ആൻഡ് ഡൗൺ, ഇതെല്ലാം ചെയ്യാം. ഈ ഒരു സംഭവം അല്ലാതെ ഇതിന്റെ കൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് റിമോട്ടോ അങ്ങനെയുള്ള സംഭവം ഒന്നും തന്നിട്ടില്ല. അതിന്റെ കൂടെ പ്രൈസ് കുറച്ച് തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അപ്പം അങ്ങനെയാണ്. ഇതിന്റെ സബ് വൂഫർ സൗണ്ട് ബാറിന്റെ ഇവിടെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് വൈഡ് ആയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. സബ് വൂഫറിലും വേറെ കൺട്രോൾസ് ഒന്നും കൊടുത്തിട്ടില്ല. ബ്ലൂടൂത്ത് 5.3 ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ ഓക്സ്, USB, മൈക്രോ കാർഡ് സ്ലോട്ട്, ഇങ്ങനെയെല്ലാം കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാണാൻ അത്യാവശ്യം കൊള്ളാം, നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. പക്ഷെ സൗണ്ട് ക്വാളിറ്റി ഇല്ലെങ്കിൽ പോയില്ലേ, ഇതൊന്നും ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ അല്ലേ. അപ്പോൾ സൗണ്ട് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ 48 വാട്ട്സിന്റെ ഔട്ട്പുട്ടിൽ 2.1 ചാനൽ സൗണ്ട് ബാർ ആണിത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കാണുന്ന ഒരു സൈസാണ് ഇതിനുള്ളത്. അപ്പോൾ ഇതിന്റെ സൈസും പ്രൈസൊക്കെ വെച്ച് നോക്കുമ്പോൾ സൗണ്ട് ക്വാളിറ്റി ബെറ്റർ ആണ്. ബ്ലൂടൂത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ എന്തായാലും എത്ര ലേറ്റസ്റ്റ് ആയി കഴിഞ്ഞാലും അതിന് ലാഗ് ഉണ്ടാവും. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഓക്സ് കേബിൾ യൂസ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ കുറച്ചുകൂടെ ലാഗ് ഒന്നും ഇല്ലാതെ നല്ല ക്ലാരിറ്റി ഓഡിയോ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അത്ര ഓവർ ബാസ് ഒന്നുമില്ല, ആവശ്യത്തിനുള്ളത് മാത്രമാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. അല്ലാതെ റൂം കുലുക്കി മറിക്കാനുള്ള രീതിയിലൊന്നും പ്രതീക്ഷിച്ച് വാങ്ങേണ്ട ആവശ്യമില്ല. ടോട്ടൽ 48 വാട്ട്സ് നിന്ന് എത്രത്തോളം കിട്ടും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പിന്നെ മിവി എന്ന ബ്രാൻഡ് ഇപ്പോൾ പൊട്ടി മുളച്ച് വന്നൊന്നുമല്ല, മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. 1 ഇയർ വാറണ്ടി ഈ പ്രോഡക്റ്റ് തരുന്നുണ്ട്. അപ്പോൾ കണ്ടല്ലോ, ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ കൊള്ളാം എന്ന് തന്നെ പറയാം. ഈ ഒരു പ്രൈസും ഇതിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ, ഇതിൻ്റെ ഡിസൈനും ലുക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്താണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളതും ഈ പ്രൈസൊക്കെ വെച്ചിട്ട് ഇതൊക്കെ ഉണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ഒരു അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും ഇത് വാങ്ങിക്കാനുള്ളതും ഇതിൻ്റെ പ്രൈസൊക്കെ അറിയണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. മാത്രമല്ല ബിഗ് ബില്യൺ ഡേയിൽ 30 to 40% വരെ പ്രൈസ് ഡ്രോപ്പും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റിയൊരു ടൈമും കൂടെ ആണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.